ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ചെന്നൈ ടീമുമായി ബന്ധപ്പെട്ടതാണ്. ചെന്നൈ ടീമിന് ഒരു കീപ്പറെ ആവശ്യമാണ്. ഇപ്രാവശ്യത്തെ ലേലം കഴിഞ്ഞാൽ പിന്നീട് മെഗാ ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. ധോണിക്ക് ശേഷം ഋഷഭ് പന്തിനെയാണ് CSK നോട്ടമിട്ടിരിക്കുന്നത്. 25 കോടി ചിലവാക്കിയാലും ഋഷഭ് പന്തിനെ CSK വാങ്ങുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ധോണിക്ക് പകരക്കാരനായി CSK കാണുന്നത് ഋഷഭ് പന്തിനെയാണ്. പന്തിന് ലേലത്തിൽ റെക്കോർഡ് തുക ലഭിക്കുമെന്നത് ഉറപ്പാണ്. അടുത്തൊരു അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യമാണ് രോഹിത് ശർമ്മയെ മുംബൈ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയത്. ഇതിനുശേഷം മുംബൈ ടീം അധമതിച്ചു. അവസാന സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ഇപ്പോൾ ഇതാ രോഹിത് ശർമ്മ വീണ്ടും മുംബൈ ടീമിന്റെ ക്യാപ്റ്റൻ ആവാൻ പോവുകയാണ്. അടുത്ത IPL 2025 രോഹിത് ശർമ്മയെ ക്യാപ്റ്റനാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. പാണ്ഡ്യയെ മുംബൈ ഒഴിവാക്കിയിരിക്കുകയാണ്. പകരം രോഹിത് ശർമ്മ ക്യാപ്റ്റനാവും. പാണ്ഡ്യയെ വൈസ് ക്യാപ്റ്റനായി നിയമിക്കുമെന്നാണ് റിപ്പോർട്ട്. രോഹിത്തിന്റെ ക്യാപ്റ്റൻസിക്ക് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ്. രാജസ്ഥാൻ ടീം ട്രെൻഡ് ബോൾട്ടിനെ ഒഴിവാക്കി. എന്നാൽ ഇപ്പോൾ ബോൾട്ടിന് പകരമായിട്ട് സിറാജിനെ കൊണ്ടുവരാനാണ് അവരുടെ പദ്ധതി. 11 കോടി വരെ സിറാജിന് വേണ്ടി രാജസ്ഥാൻ മുടക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. 11 കോടിക്ക് സിറാജിനെ വാങ്ങിയാൽ അത് രാജസ്ഥാന് ലോട്ടറിയാണ്. T20 നമ്പർ 1 ബൗളറാണ് സിറാജ്. അപ്പോൾ രാജസ്ഥാൻ ലേലത്തിൽ ഞെട്ടിക്കുമെന്നത് ഉറപ്പാണ്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.